ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോൾഡൻ ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണേന്നേ. ഞാനിതിപ്പോൾ എന്ന് ഇടുന്നപ്പോൾ തന്നെ 3 കപ്പ് പച്ചരി ഇടുന്നത് കേട്ടോ. അത് കഴുകി വാരി വെള്ളത്തിലിട്ട് പിന്നെ 3 കപ്പ് പച്ചരിക്ക് ഞാൻ 1 കപ്പ് ഉഴുന്നാണ് വെള്ളത്തിലിട്ടത്. ഒപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടി വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ ഞാൻ പച്ചരി എല്ലാം കൂടി അരച്ചെടുക്കുവാണേ. പച്ചരി അരച്ചെടുത്തത് ഒരു കാലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേ. ഇനി നമുക്ക് ഉഴുന്നരച്ചെടുക്കാം കേട്ടോ. ഉഴുന്നും അരച്ചെടുത്തു. അത് ഞാൻ പച്ചരി അരച്ചെടുത്ത മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളയവലാണേ. ഞാനത് കുതിരാൻ നേരത്തെ ഇട്ടൊന്നുമില്ല. ഞാൻ അരി അരച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൽ ഞാൻ ഇത്ര നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തുന്ന മിക്സ് ചെയ്തിട്ടുന്നത്. അതും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അവലും അരച്ചെടുത്ത് കേട്ടോ. അതും കൂടി നമ്മൾ കലത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുവാണേ. ബ്ലേഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ് കേട്ടോ. ആ വെള്ളം മാത്രമേ ഞാൻ അതിൽ ഒഴിച്ചിട്ടുള്ളേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീർക്കാം കേട്ടോ. ഈ ഉലുവ കൂടി ഇട്ട് അരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ദോശ ചുടുമ്പോൾ ഒരു ഗോൾഡൻ കളർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗീ റോസ്റ്റ് മസാല ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല മുരിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഈ ഉലുവ ഇടുന്നത് കൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. എല്ലാ തവണയും ഞാൻ ചോറാണ് അരയ്ക്കാറ്. ഇത്തവണ ഞാൻ ചോറ് ചേർത്തില്ല. അത് നമ്മുടെ ദോശയുടെ ബാറ്റർ മൂടി വെച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് സൺഡേ രാവിലെയാണ് കേട്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. അവൽ അരയ്ക്കുമ്പം നമ്മുടെ ദോശ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ചോറ് വേണമെന്നുമില്ല. പിന്നെ നല്ല മയം കിട്ടും നമ്മുടെ ദോശയ്ക്ക്. ഇനി നമുക്ക് ദോശ ചുടാമേ. അപ്പോൾ നമുക്കിത് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. പിള്ളേർക്ക് ഞാൻ ആദ്യമേ ഒരു ഗീ റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ദോശ ചുടാൻ തുടങ്ങിയത്. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതിൻ്റെ ആ ഒരു വെയിലാണ് നമ്മുടെ ദോശയിലേക്ക് ഇങ്ങനെ കാണുന്നത്. രാവിലെ കിച്ചണിൽ നിൽക്കുമ്പം സൂര്യപ്രകാശം മൊത്തം നമ്മുടെ മുഖത്തേക്കാണ് കേട്ടോ. നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതുമാതിരി നല്ല വെയിലാണ് മുഖത്തേക്ക് അടിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ദോശ തിരിച്ചിടാമേ. നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് കറി ദോശയ്ക്ക് ചമ്മന്തിയാണ് കേട്ടോ. എല്ലാ സൺഡേകളിലും ഇവിടെ കൂടുതലും ദോശ അല്ലെങ്കിൽ ഇഡലി ആയിരിക്കും കൂടുതലും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും ഇഡലിയല്ലേ എല്ലാ സൺഡേയിലും. അപ്പോൾ ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വൈകിട്ട് കപ്പലിൽ കൊന്തയുള്ളത് കൊണ്ട്, അവിടെ കുർബാന ഉള്ളതുകൊണ്ട് രാവിലെ ഞങ്ങൾ പോകണില്ല കേട്ടോ. കൊച്ചിന് കുർബാനയ്ക്കും മേതുപാടത്തിനുമായിട്ട് അവളെ 8:45 കൊണ്ടാക്കി കേട്ടോ. ഞങ്ങൾ വൈകിട്ട് കപ്പലിൽ കൊന്തയ്ക്കും കുർബാനയും അവിടെ കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ദോശകൾ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുക്കിങ്ങിൻ്റേതായിട്ടുള്ള ടിപ്പുകളും ട്രിക്കുകളൊക്കെ അറിയാൻ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ടിപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.